ജീവിതം ജീവിക്കാൻ ഉള്ളതാണ്. മറ്റുള്ളവരെ ദ്രോഹിച്ചല്ല, മറിച്ച് നന്മകൾ ചെയ്ത്. ഒരാളെയും ഇല്ലാതാക്കാൻ ആരും നമുക്ക് അധികാരം തന്നിട്ടില്ല. ഏറ്റവും ദുർഘടങ്ങളായ പ്രതിസന്ധികളിൽ പോലും ശാന്തമായി പ്രതികരിക്കാൻ ഞാൻ ശ്രമിക്കണം. എല്ലാവരെയും തൃപ്തിപ്പെടുത്തിയുള്ള ജീവിതം അസാധ്യമാണ്. ജീവിതത്തിൽ തുടർച്ചയായി ആരോപണങ്ങൾ നേരിടുന്നുവെങ്കിൽ ഉറപ്പിച്ചോളൂ, നിങ്ങൾ നേരായ പാതയിൽ തന്നെയാണ്. നിങ്ങൾ മറ്റുള്ളവരെ അമിതമായി ആശ്രയിക്കുമ്പോൾ നിങ്ങൾക്ക് സ്വന്തമായി ഒരു ജീവിതം നയിക്കാൻ കഴിയില്ല. നിങ്ങൾ മറ്റൊരാളുടെ പ്രേരണയാൽ നിങ്ങൾക്ക് ഇഷ്ടമല്ലാത്ത ഒരു കാര്യവും ചെയ്യരുത്. ഞാനത് ചെയ്യില്ല എന്ന് പറയാൻ മനസ്സിനെ ബലപ്പെടുത്തണം. വിമർശനം ഒഴിവാക്കാനുള്ള 3 എളുപ്പവഴികൾ. ഒന്നും ചെയ്യരുത്, ഒന്നും പറയരുത്, ഒന്നും ആകരുത്. ഒരാളെയും മറ്റുള്ളവരുടെ മുന്നിൽ വെച്ച് തരം താഴ്ത്തി സംസാരിക്കരുത്. ചിലപ്പോൾ ആ മുറിവ് ഉണക്കാനോ ഒരു ക്ഷമ പറയാനോ പോലും ജീവിതത്തിൽ പിന്നീട് അവസരം ലഭിച്ചില്ല എന്ന് വരാം. ഒരു യഥാർത്ഥ യോദ്ധാവ് യുദ്ധം ചെയ്യുന്നത് തൻ്റെ മുന്നിൽ എത്തുന്നതിനെ വെറുക്കുന്നത് കൊണ്ടല്ല, മറിച്ച് തൻ്റെ പിന്നിലുള്ള സ്നേഹിക്കുന്നതിനാലാണ്. ജീവിതം എളുപ്പമുള്ളതാക്കുക എന്നത് ആകരുത് നമ്മുടെ ലക്ഷ്യം. ജീവിതത്തെ സന്തോഷത്തോടെ സ്വീകരിക്കുക എന്നതാകണം. ചിലപ്പോൾ സന്തോഷം, ചിലപ്പോൾ ദുഃഖം. എന്നാൽ ഓരോ ഉയർച്ച താഴ്ചയിലും നിങ്ങളെ ശക്തരാക്കുന്ന പാഠങ്ങൾ നിങ്ങൾ പഠിക്കുന്നു. ഇന്നലെ ഒരാൾ മിടുക്കൻ ആയിരുന്നു, അതിനാൽ ലോകത്തെ മാറ്റാൻ അയാൾ ആഗ്രഹിച്ചു. ഇന്ന് അയാൾ ജ്ഞാനിയാണ്, അതിനാൽ അദ്ദേഹം സ്വയം മാറ്റുകയാണ്. പരിശീലനത്തിൻ്റെ ഓരോ നിമിഷവും നമ്മൾ വെറുക്കുന്നു. പക്ഷേ അപ്പോൾ നമ്മൾ ഓർക്കണം, വേണ്ട, ഇപ്പോൾ കഷ്ടപ്പെടാം, എന്നിട്ട് ജീവിതകാലം മുഴുവൻ ഒരു ചാമ്പ്യനായി ജീവിക്കാം. ഒന്നിനെയും അധികമായി സ്നേഹിക്കരുത്, നിങ്ങൾക്ക് ദുഃഖിക്കേണ്ടി വരും. ഒന്നിനെക്കുറിച്ചും അധികമായി ആലോചിക്കരുത്, നിങ്ങളുടെ സമാധാനം കെടുത്തും. ഒന്നിനു വേണ്ടിയും യാചിക്കരുത്, നിങ്ങൾ അപമാനിക്കപ്പെട്ടേക്കാം. നിങ്ങളുടെ കംഫർട്ട് സോണിൽ നിന്ന് പുറത്ത് കടക്കുക. നിങ്ങൾ പുതിയ എന്തെങ്കിലും ശ്രമിക്കുമ്പോൾ അസ്വസ്ഥതയും അനുഭവിക്കാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് വളരാൻ കഴിയൂ. നമുക്ക് മാത്രമല്ല, നമ്മൾക്ക് ചുറ്റുമുള്ള എല്ലാവർക്കും പ്രശ്നങ്ങൾ ഉണ്ട് എന്നുള്ള സത്യം ഉൾക്കൊള്ളുക. കൊടുങ്കാറ്റിൻ്റെ നടുവിലും നല്ലതേ വരൂ എന്ന് ചിന്തിക്കുക. മനസ്സിനെ എപ്പോഴും ശാന്തമാക്കി വെക്കുക. ഏറ്റവും അധികം ആഗ്രഹിക്കുന്ന ഒരു ലക്ഷ്യത്തിനായി നിങ്ങൾ പ്രവർത്തിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് മറ്റാരുടെയും പ്രചോദനം ആവശ്യമില്ല. നിങ്ങളുടെ ലക്ഷ്യങ്ങൾ തന്നെ പ്രചോദനമായി മാറും. മനോഹരമായ ഒരു ഹൃദയം 1000 മനോഹരമായ മുഖങ്ങളേക്കാൾ മികച്ചതാണ്. അതിനാൽ മുഖങ്ങളേക്കാൾ മനോഹരമായ ഹൃദയമുള്ള ആളുകളെ തിരഞ്ഞെടുക്കുക. ചിരിയുടെ പിന്നിലെ ദുഃഖവും മിഴിയുടെ പിന്നിലെ കണ്ണുനീരും ദേഷ്യത്തിനു പിന്നിലെ സ്നേഹവും അറിയുന്നതാണ് യഥാർത്ഥ ഫ്രണ്ട്ഷിപ്പ്. വേദനയേക്കാൾ ആളുകൾ മരണത്തെ ഭയപ്പെടുന്നു. അവർ മരണത്തെ ഭയപ്പെടുന്നു എന്നത് വിചിത്രമാണ്. മരണത്തേക്കാൾ ജീവിതം വേദനിപ്പിക്കുന്നു. മരണസമയത്ത് എല്ലാ വേദനകളും എന്നേക്കുമായി തീരുന്നു. മറ്റുള്ളവരെ ചൂടുപിടിപ്പിക്കാൻ വേണ്ടി ഒരിക്കലും സ്വയം കത്തിത്തീരരുത്. അവനവനെ നശിപ്പിച്ചുകൊണ്ടാകരുത് ഒരു സൗഹൃദവും ഒരു പ്രതികാരവും. വിജയിച്ചു കൊണ്ടിരിക്കുമ്പോൾ മറ്റുള്ളവരോട് പുച്ഛം തോന്നും. അത് മാറാൻ ഒന്ന് കാലിടറിയാൽ മതി. ഒരു പെണ്ണ് ഒരു ആണിനു വേണ്ടി കരഞ്ഞാൽ അതിനർത്ഥം അവൾ അവനെ ശരിക്കും സ്നേഹിച്ചിരുന്നു എന്നാണ്. എന്നാൽ ഒരു ആൺ ഒരു പെണ്ണിനു വേണ്ടി കരഞ്ഞാൽ അതിനർത്ഥം പെൺകുട്ടിയെ അവൻ സ്നേഹിച്ചതുപോലെ വേറെ ആർക്കും ഒരിക്കലും സ്നേഹിക്കാൻ ആവില്ല എന്നാണ്. വിജയിച്ച വ്യക്തിയും ഒരു പരാജിതനും തമ്മിലുള്ള ഏക വ്യത്യാസം ഒരാൾക്ക് മികച്ച കഴിവുകളും ആശയങ്ങളും ഉള്ളതും മറ്റേയാൾക്ക് അത് ഇല്ലാത്തതും അല്ല. മറിച്ച് വിജയിച്ച വ്യക്തിക്ക് തൻ്റെ ആശയങ്ങളെ വെല്ലുവിളിക്കാനും കൃത്യമായി കണക്കുകൂട്ടി റിസ്ക് എടുക്കാനും പ്രവർത്തിക്കാനും തയ്യാറാകുന്നു എന്നുള്ളതാണ്. സന്തോഷം എന്നത് പ്രശ്നങ്ങളുടെ അഭാവമല്ല, അവ കൈകാര്യം ചെയ്യാനുള്ള കഴിവാണ്. നിങ്ങൾക്ക് ഇല്ലാത്തതിനെക്കുറിച്ച് ചിന്തിക്കാൻ ഇപ്പോൾ സമയമില്ല. ഉള്ളതുകൊണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ കഴിയുമെന്ന് ചിന്തിക്കുക. ഓരോ സൗന്ദര്യത്തിനും അത് കാണാൻ എവിടെയോ ഒരു കണ്ണുണ്ട്. ഓരോ സത്യവും കേൾക്കാൻ എവിടെയോ ഒരു കാതുണ്ട്. അതുപോലെ ഓരോ പ്രണയത്തിനും അത് സ്വീകരിക്കാൻ എവിടെയോ ഒരു ഹൃദയം ഉണ്ട്. ഭയം താൽക്കാലികമാണ്, എന്നാൽ പക്ഷാതാപം എന്നും നിലനിൽക്കും. അതുകൊണ്ട് മടിച്ചു നിൽക്കാതെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കൂ.
സ്ത്രീകൾ പൊതുവെ പ്രായം കൂടിയ പുരുഷന്മാരെയാണ് ഇഷ്ടപ്പെടുന്നത്. കാരണം അവർ കൂടുതൽ പക്വതയുള്ളതായിട്ടും കാര്യബോധമുള്ളതായിട്ടും അവർ കരുതുന്നു. ഒരു കാര്യം മറക്കാതിരിക്കുക. നിങ്ങളോടൊപ്പം മറ്റുള്ളവരുടെ കുറ്റവും കുറവും പറയുന്നവർ നിങ്ങളെപ്പറ്റിയുള്ള കുറവുകളും നിങ്ങളുടെ അസാന്നിധ്യത്തിൽ പറയും. മനോഹരമായ ഒരു ശബ്ദം പാമ്പിനെ അതിൻ്റെ മാളത്തിൽ നിന്ന് പുറത്തു കൊണ്ടുവരുന്നു. നിങ്ങളുടെ തെറ്റുകൾ നിങ്ങളോടൊപ്പം കൊണ്ടു നടക്കരുത്. പകരം അവയെ നിങ്ങളുടെ കാൽക്കീഴിൽ വയ്ക്കുക. അത് നിങ്ങളുടെ ചവിട്ടുപടികളായി ഉപയോഗിക്കുക. സുഹൃത്തുക്കൾ വളരെ സഹായകരമാണ്. കാരണം അവർ നമ്മളെ ശ്രദ്ധിക്കുമെന്നതിനാൽ മാത്രമല്ല, അവർ നമ്മെ നോക്കി ചിരിക്കുന്നു. അവരിലൂടെ നാം അല്പം വസ്തുനിഷ്ഠതയും അല്പം എളിമയും മര്യാദയും ഒക്കെ പഠിക്കുന്നു. നമ്മൾ ജീവിത നിയമങ്ങൾ പഠിക്കുകയും ജീവിതത്തിലെ മികച്ച അഭ്യാസിയായി മാറുകയും ചെയ്യുന്നു. ഒന്നിനു വേണ്ടിയും കാത്തിരിക്കരുത്. മികച്ച ഒരു സമയം നിങ്ങൾ തന്നെയാണ് നിർമ്മിക്കേണ്ടത്. നിങ്ങളിലെ ഏറ്റവും മികച്ചത് കണ്ടെത്താൻ സഹായിക്കുകയും നിങ്ങളെ ശക്തരാക്കുകയും ചെയ്യുന്ന വ്യക്തി യഥാർത്ഥത്തിൽ നിങ്ങളുടെ ബലഹീനതയാണ്. നമ്മൾ ആളുകളോട് ക്ഷമിക്കുന്നതിനർത്ഥം നമ്മൾ അവരുടെ പെരുമാറ്റം അംഗീകരിക്കുകയോ അവരെ വിശ്വസിക്കുകയോ ചെയ്യുന്നു എന്നല്ല. അതിനർത്ഥം നമ്മൾ നമുക്ക് വേണ്ടി അവരോട് ക്ഷമിക്കുന്നു എന്നാണ്. അതുകൊണ്ടുള്ള പ്രയോജനം നമുക്ക് നമ്മുടെ ജീവിതം സുഖകരമായി മുന്നോട്ട് കൊണ്ടുപോകാം എന്നാണ്. ഒരു തരത്തിലുള്ള പാപങ്ങൾ ചെയ്യാതിരിക്കുക. നല്ല കർമ്മങ്ങൾ ചെയ്യുക. സ്വന്തം മനസ്സിനെ നിർമ്മലമാക്കുക. മുനയൊടിഞ്ഞ് തേഞ്ഞ് തീരുമ്പോഴാവും മനസ്സിലാവുക ചിലരുടെ ജീവിതങ്ങൾക്ക് നിറം പകരാനുള്ള വെറും കളർ പെൻസിലുകളായിരുന്നു നമ്മളെന്ന്. ഗ്രഹിക്കാനോ കണ്ടുപിടിക്കാനോ പ്രയാസമായ ഒരു രൂപമില്ലാത്ത അവസ്ഥ പോലെ സൂക്ഷ്മമായിരിക്കുകയും ശബ്ദമില്ലായ്മ എത്ര നിഗൂഢമാണ് അതുപോലെ ഇരിക്കുകയും ചെയ്താൽ നിങ്ങളുടെ എതിരാളിയുടെ വിധി നിർണ്ണയിക്കുന്നത് നിങ്ങളായിരിക്കും. നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കില്ല എന്ന് മറ്റുള്ളവർ പറഞ്ഞ് നിരാശപ്പെടുത്തിയ കാര്യം ചെയ്ത് വിജയിപ്പിച്ച് കാണിച്ചു കൊടുക്കുക എന്നതാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ പ്രതികാരവും കരുത്തുറ്റ വിജയവും. നിങ്ങളുടെ തെറ്റുകൾ നിങ്ങളോടൊപ്പം കൊണ്ട് നടക്കരുത്. പകരം അവയെ നിങ്ങളുടെ കാൽക്കീഴിൽ വയ്ക്കുക. അത് നിങ്ങളുടെ ചവിട്ടുപടികളായി ഉപയോഗിക്കുക. അറിവിനേക്കാൾ മഹത്തരമാണ് മനസ്സിലാക്കൽ. നിങ്ങളെക്കുറിച്ച് അറിഞ്ഞവൻ ഏറെയുണ്ടാകും, മനസ്സിലാക്കിയവർ അപൂർവവും. ധാരാളം ചെറിയ കാര്യങ്ങൾ ചേർന്നാണ് മഹത്തായ ഒരു കാര്യം സംഭവിക്കുന്നത്. ജീവിതത്തിൽ പ്രധാനമായും അല്ലെങ്കിൽ വലിയ തോതിൽ അടങ്ങിയിട്ടുള്ളത് വസ്തുതകളും സംഭവങ്ങളും അല്ല, ഒരാളുടെ തലയിലൂടെ എന്നെന്നും ഒഴുകിക്കൊണ്ടിരിക്കുന്ന ചിന്തയുടെ കൊടുങ്കാറ്റാണ് അതിൽ പ്രധാനമായും അടങ്ങിയിരിക്കുന്നത്. നമ്മൾക്ക് ഇഷ്ടപ്പെട്ട, നമ്മളെ കേട്ടിരിക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരാൾ കൂടെയുണ്ടെങ്കിൽ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ പറയുമ്പോൾ പോലും വലിയ കഥകളായി മാറും. ഒഴുകുന്ന ജലവും പാറയും പലപ്പോഴും ഏറ്റുമുട്ടും. ജയിക്കുന്നത് എപ്പോഴും ജലമായിരിക്കും. അതിൻ്റെ ശക്തി കൊണ്ടല്ല, നിർത്താതെയുള്ള പരിശ്രമത്താൽ. പരിചിതർ മാത്രമുള്ള ഒരു വലിയ ആൾക്കൂട്ടത്തിൽ അകപ്പെട്ടാൽ നിങ്ങൾ ആദ്യം തിരയുന്നത് ആരെയാണ്? അയാളാണ് നിങ്ങളുടെ സന്തോഷത്തിൻ്റെ യഥാർത്ഥ കാവൽക്കാരൻ. ഒരു പ്രബലമായ സൗഹൃദത്തിന് ദൈനംദിന സംഭാഷണത്തിൻ്റെ ആവശ്യമില്ല. എപ്പോഴും ഒരുമിച്ചുണ്ടാകണം എന്നില്ല. നമ്മുടെ മനസ്സിൽ അവർ ഉണ്ടായിരിക്കുന്നിടത്തോളം യഥാർത്ഥ സുഹൃത്ത് ഒരിക്കലും പിരിയുകയില്ല. മാറാനും വളരാനും നിങ്ങളെ പ്രചോദിപ്പിക്കുന്നത് ചിലപ്പോൾ നിങ്ങൾക്ക് മോശമായ കാര്യങ്ങൾ സംഭവിക്കേണ്ടതുണ്ട്. ഒരുപക്ഷേ അതുകൊണ്ടായിരിക്കാം അവ നിങ്ങൾക്ക് സംഭവിക്കുന്നത്. നിങ്ങൾക്ക് താൽപ്പര്യമുള്ള കാര്യങ്ങളെക്കുറിച്ച് കൂടുതൽ രസകരമായി സംസാരിക്കുമ്പോൾ നിങ്ങൾ പുരുഷനിലേക്ക് ആകർഷിക്കപ്പെടുന്നു. ഉപാധികൾ വെച്ചുള്ള ഒരു ബന്ധവും ഒരു കാലത്തിനപ്പുറം നിലനിൽക്കില്ല. നമ്മളെ മനസ്സിലാക്കാനും നമുക്ക് മനസ്സിലാക്കാനും കഴിയുന്നിടത്ത്, നുണകളില്ലാത്തിടത്ത് അതിനൊക്കെ ആയുസ്സുണ്ടാകും. അവിടെ ഒന്നും പങ്കിട്ടു പോവുകയുമില്ല. അതിൻ്റെ പേരിൽ പരാതി പറയേണ്ടി വരികയുമില്ല. എന്നിൽ തന്നെ ആത്മവിശ്വാസമുള്ള മനുഷ്യൻ മറ്റുള്ളവരുടെ ആത്മവിശ്വാസം നേടുന്നു. മറ്റൊരാൾ നിങ്ങളെക്കുറിച്ച് പറയുന്ന കള്ളത്തെ ചിരിച്ചുകൊണ്ട് തള്ളിക്കളയാൻ പറ്റുന്നതിനെയാണ് പക്വത എന്ന് വിളിക്കുന്നത്. ഒരു മനുഷ്യൻ തൻ്റെ ശരീരത്തിൻ്റെ കഴിവും ശക്തിയും പൂർണ്ണമായി വിനിയോഗിക്കാതെ പ്രായമാകുന്നത് പരാജയമാണ്. നഖങ്ങൾ നീളത്തിൽ വളരുമ്പോൾ നമ്മൾ നഖമാണ് വെട്ടുന്നത്, വിരലുകൾ അല്ല. അതുപോലെ തെറ്റിദ്ധാരണ വളരുമ്പോൾ നിങ്ങളുടെ ഈഗോ ഉപേക്ഷിക്കുക, ബന്ധങ്ങൾ അല്ല ഉപേക്ഷിക്കേണ്ടത്.
ഉറങ്ങുന്നതിന് 1 മണിക്കൂർ മുമ്പ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് സന്തോഷം തരുന്ന ഒരാളുമായി കുറഞ്ഞത് 60 മിനിറ്റ് നേരം സംസാരിക്കുന്നത് നിങ്ങളെ സമാധാനത്തോടെ ഉറങ്ങാൻ സഹായിക്കും. മനസ്സിനെ എന്തിനേയും താങ്ങാൻ കരുത്തുണ്ടെങ്കിൽ ശരീരം താനെ ലക്ഷ്യത്തിലേക്ക് കുതിക്കും. എന്നാൽ മനസ്സിന് കരുത്തില്ലെങ്കിൽ ശരീരം എത്ര ബലവത്തായിട്ടും കാര്യമില്ല. ഇന്നലത്തെ ദിവസം കഴിഞ്ഞു. നാളെ വരാനിരിക്കുന്നതേയുള്ളൂ. ഇന്നത്തെ ദിവസം നമ്മുടെ മുന്നിലുള്ളൂ. നമുക്ക് ഈ നിമിഷം നല്ലതിനായി പ്രവർത്തിച്ചു തുടങ്ങാം. നിങ്ങൾക്ക് വിജയിക്കണമെങ്കിൽ നിങ്ങൾ ഒരു നിയമത്തെ മാനിക്കണം. ഒരിക്കലും നിങ്ങളോട് തന്നെ കള്ളം പറയരുത്. അവഗണിക്കുന്നവരെ കൂടുതൽ ഭംഗിയായി തിരിച്ചും അവഗണിക്കാൻ പഠിച്ചാൽ ജീവിതം കുറേക്കൂടി എളുപ്പമാകും. കുറ്റം കണ്ടെത്തരുത്, പകരം പ്രതിവിധി കണ്ടെത്തുക. ആർക്കു വേണമെങ്കിലും പരാതിപ്പെടാം. Thank you for watching my video.